ഹായ്, എസ് എൽ ടോക്സിന്റെ മറ്റൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കുറെ ആളുകൾ നമ്മൾ കാണുന്ന ഒരു കാര്യമുണ്ട്, പാർട്ട്ണർ തന്നെ ഇട്ടിട്ട് പോകുമോ എന്നുള്ളൊരു പേടി ഉണ്ട് എന്നുള്ളതാണ്. ഈ ഒരു പേടി കൊണ്ട് തന്നെ അവർക്ക് സമാധാനം ഉണ്ടാവില്ല എന്ന് മാത്രമല്ല, പാർട്ട്ണർക്ക് സമാധാനം കൊടുക്കാനും അവർക്ക് പറ്റില്ല. അപ്പോൾ അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു, രണ്ടുപേരും തമ്മിൽ എപ്പോഴും വഴക്കാവുന്നു. പിന്നീട് ചിലപ്പോൾ പാർട്ട്ണർ അവരിട്ടിട്ട് പോകുന്ന ഒരു സിറ്റുവേഷനിലേക്ക് വരെ പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ ആദ്യമേ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഈ ഒരു പേടി ഇല്ലാണ്ടാക്കുക എന്നുള്ളതാണ്. പാർട്ട്ണർ എന്നെ ഇട്ടിട്ട് പോകുമോ എന്നുള്ള ആ ഒരു ഭയം ഇല്ലാതെയാക്കുക എന്നുള്ളത്. എനിക്ക് തോന്നുന്നു ഒട്ടുമിക്ക ആളുകളുടെ മനസ്സിലും ഇങ്ങനെ ഒരു സംഭവം ഉണ്ട്, എല്ലാവരുടെ മനസ്സിലുണ്ടാവും. അത് നമുക്ക് നമ്മുടെ പാർട്ട്ണറോടുള്ള സ്നേഹക്കൂടുതൽ കൊണ്ടാണ് ഇങ്ങനെ ഒരു പേടി വരുന്നുണ്ടാവുക. പക്ഷേ ആ ഒരു പേടി സ്നേഹക്കൂടുതൽ കൊണ്ടാണെന്നുള്ളത് നമ്മുടെ പാർട്ട്ണർക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞൊന്നും വരില്ല. അപ്പോൾ അവിടെ പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞാൽ നമുക്ക് തന്നെയാണ് നഷ്ടം ഉണ്ടാവുക. സോ ഈ ഒരു പേടി ഇല്ലാണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും എന്നുള്ളത് നോക്കാം. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, എന്താണ് ഈ ഒരു പേടിയുടെ പുറകിലെ കാരണം എന്നുള്ളത്, അതിൻ്റെ ഒരു റൂട്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. അതായത് അവരുടെ ഓവർ പൊസസീവ് കൊണ്ടാണോ നമുക്ക് ഇങ്ങനെ പേടി ഉണ്ടാവുന്നത്, അല്ലെങ്കിൽ നമ്മൾക്ക് ഇൻസെക്യൂരിറ്റി ഫീൽ ചെയ്യുന്നതുകൊണ്ടാണോ, അല്ലെങ്കിൽ അവർ സെക്യൂർ അല്ല എന്നുള്ളത് നമുക്ക് തോന്നുന്നുണ്ടോ, എന്താണ് ഇതിന്റെ പുറകിലെ കാരണം, അവരുടെ ബിഹേവിയർ കൊണ്ടാണോ എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിക്കാം. ചിലപ്പോൾ പല കാരണങ്ങളായിരിക്കും നിങ്ങൾക്ക് ഉണ്ടാവുക. ചിലപ്പോൾ നിങ്ങൾക്ക് മുമ്പേ ഉണ്ടായിരുന്ന എന്തെങ്കിലും എക്സ്പീരിയൻസ് കൊണ്ടായിരിക്കാം ഇതുണ്ടാവുക. അതായത് ചിലപ്പോൾ നിങ്ങളുടെ ലൈഫിൽ മുമ്പേ ഉണ്ടായിരുന്ന നിങ്ങളുടെ എക്സ് ലവർ മേ ബി ഇത്തരത്തിലായിരിക്കാം. അതായത് ചിലപ്പോൾ നിങ്ങളെ വിട്ടിട്ട് പോയത്, ബ്രേക്കപ്പ് ആയതൊക്കെ ആയിരിക്കാം. അപ്പൊ നിങ്ങൾ ഒത്തിരി സ്നേഹിച്ചിരുന്ന ഒരു പേഴ്സൺ ആയിരിക്കാം അവര്, എന്നിട്ട് അവർ വിട്ടിട്ട് പോയപ്പോൾ അതേപോലെ തന്നെ ഇവരും പോകുമോ എന്നുള്ള പേടിയൊക്കെ ഉള്ള ഒരു പേഴ്സൺ ആയിരിക്കാം നിങ്ങൾ. അതുകൊണ്ടായിരിക്കും ഇവരെയും നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റാത്തതോ, അല്ലെങ്കിൽ ആ ഒരു പേടി ഇങ്ങനെ ഉള്ളിലുണ്ടാകുന്നത്. അപ്പൊ എന്താണ് യഥാർത്ഥ കാരണം എന്ന് മനസ്സിലാക്കുക. അതിന്റെ കാരണം മനസ്സിലാക്കി കഴിഞ്ഞാലാണ് നിങ്ങൾക്ക് അറിയാൻ പറ്റുക. അതായത് നമ്മളതിന്റെ കാരണം അറിഞ്ഞു എന്നുണ്ടെങ്കിൽ പിന്നെ നമുക്ക് ആ പേടി കുറഞ്ഞു വരും. അത് സത്യമാണ്. നമ്മുടെ മിക്ക പ്രശ്നങ്ങളുടെയും ആ പ്രശ്നത്തിന്റെ ഇങ്ങനെ നമുക്കുള്ളിൽ ഉണ്ടാകുന്ന ഒരു ഭയം കൂടി വരുന്നതിന്റെ റീസൺ എന്താണെന്നറിയോ, നമുക്കതിന്റെ യഥാർത്ഥ കാരണം കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല എന്നുള്ളതാണ്. മേ ബി നമ്മൾ ഒന്ന് തിരുത്തി കഴിഞ്ഞാൽ മാറുന്നതേ ഉണ്ടാവുള്ളൂ ആ ഒരു പ്രശ്നം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ആ ഒരു പേടി എന്ന് പറയുന്നത്. പക്ഷെ ഇതുവരെ നമുക്കത് കണ്ടുപിടിക്കാൻ പറ്റിയിട്ടുണ്ടാവില്ല. അത് കണ്ടുപിടിക്കാൻ പറ്റിക്കഴിഞ്ഞാൽ ആ ഒരു പേടി നിങ്ങൾക്ക് കുറയും എന്നുള്ളതിൽ യാതൊരു സംശയവും വേണ്ട. സോ അതിന്റെ റൂട്ട് എന്താണ് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് പാർട്ട്ണറെ വിശ്വസിക്കുക എന്നുള്ളതാണ്. അതായത് പാർട്ട്ണർ നിങ്ങളെ വിട്ടിട്ട് പോകും എന്നുള്ളൊരു പേടിയുടെ ആവശ്യമില്ല. ഞങ്ങൾ രണ്ടുപേരും ഒന്നാണ്, അവരെന്നെ ഒരിക്കലും വിട്ടിട്ട് പോവില്ല, എന്നോട് അത്രയും സ്നേഹമുണ്ട് എന്നുള്ള രീതിയിൽ വേണം നിങ്ങൾ ചിന്തിക്കാനായിട്ട്. അങ്ങനെ ചിന്തിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ പ്രശ്നങ്ങൾ കുറേയൊക്കെ മാറിക്കോളും. അതായത് നമ്മുടെ പേടി എന്ന് പറയുന്നത് അത് തന്നെയാണല്ലോ, പാർട്ട്ണർ വിട്ടിട്ട് പോകുമോ, അവർക്ക് ഇനി വേറെ ആരെങ്കിലും ഇഷ്ടം ഉണ്ടാകുമോ, ഇതൊക്കെ. എനിക്ക് തോന്നുന്നു ഇവർക്ക് ഒരു അറ്റാച്ച്മെന്റ് സ്റ്റൈൽസ് ഒരു 3-4 തരത്തിലുള്ളതുണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഈ ഒരു ആൻഷ്യസ് അറ്റാച്ച്മെന്റ് സ്റ്റൈലിൽ പെടുന്ന ആളുകളായിരിക്കും ഇവർ കൂടുതൽ എന്നുള്ളതാണ്. കാരണം ഈ ഒരു അറ്റാച്ച്മെന്റ് സ്റ്റൈലിലുള്ള ആളുകൾ ഇങ്ങനെയാണ്, പാർട്ട്ണർ വിട്ടിട്ട് പോകുമോ, അവർക്ക് തന്നെ ഇഷ്ടം ഉണ്ടാവുമോ, വേറെ ആരെങ്കിലും ഇഷ്ടപ്പെടുമോ, ഇങ്ങനെയുള്ള പേടി കൂടുതലുള്ള ആളുകളാണ്. സോ അങ്ങനെയൊക്കെയുള്ള പേടി നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ അതിൻ്റെ ആവശ്യമില്ല. നിങ്ങൾ ആദ്യം വിശ്വസിക്കേണ്ടത് നിങ്ങളെയും പിന്നെ നിങ്ങളുടെ പാർട്ട്ണറെയാണ്. നിങ്ങൾ സ്നേഹിക്കുന്ന പോലെ അവർ നിങ്ങളെയും സ്നേഹിക്കുന്നുണ്ട് എന്നുള്ളത് മനസ്സിലാക്കുക. അവർ ചെയ്തു തരുന്ന കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളിൽ പോലും അവരുടെ സ്നേഹമുണ്ട് എന്നുള്ളത് നിങ്ങൾ തിരിച്ചറിയാൻ ശ്രമിക്കുക. അങ്ങനെ ചിന്തിച്ചു കഴിഞ്ഞാൽ തന്നെ നിങ്ങളുടെ പേടി കുറേ പോകും എന്നുള്ളതാണ്. ഇത് നമുക്ക് കുറേ ക്ലയൻസ് ഇങ്ങനെ വരാറുണ്ട്. അവർക്കൊക്കെ വലിയൊരു പ്രശ്നം അതാണ്. ഇവരുടെ പാർട്ട്ണർ ഇവരെ ഭയങ്കരമായിട്ട് സ്നേഹിക്കുന്നുണ്ട്, സന്തോഷിപ്പിക്കുന്നുണ്ട്, അവർക്ക് വേണ്ടത് ചെയ്തു കൊടുക്കുന്നുണ്ട്. പക്ഷെ എന്തൊക്കെ ചെയ്തു കഴിഞ്ഞാലും ഉള്ളിൻ്റെ ഉള്ളിലുള്ള പേടി എന്ന് പറയുന്നത് ഇവരെൻ്റെ കൂടെ എപ്പോഴും ഉണ്ടാകുമോ പോകുമോ എന്നൊക്കെ ഉള്ളതാണ്. അപ്പൊ അവർ ചെയ്യുന്ന കാര്യങ്ങളിലുള്ള അവരുടെ സ്നേഹം നമ്മൾ കണ്ടാൽ, അല്ലെങ്കിൽ കാണാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ഈ ഒരു പ്രശ്നമൊക്കെ പരിഹരിക്കാൻ പറ്റും, പേടിയൊക്കെ കുറേ എന്നുള്ളതാണ്. അതുകൊണ്ട് രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് അത് തന്നെയാണ്, നിങ്ങൾ നിങ്ങളുടെ പാർട്ട്ണറെ വിശ്വസിക്കാനായിട്ട് ശ്രമിക്കുക. ഇനി മൂന്നാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് സെൽഫ് കോൺഫിഡൻസ് ബിൽഡ് ചെയ്തെടുക്കുക എന്നുള്ളതാണ്. വേറെ ഒന്നുമില്ല. നമുക്ക് ഇങ്ങനെ ഒരു പേടി വരുന്നതിന്റെ പുറകിൽ മറ്റൊരു കാരണം എന്തായിരിക്കും എന്നുള്ളത് അറിയോ, നമുക്ക് എന്തൊക്കെ കുറവുകളുണ്ട് എന്നൊരു തോന്നൽ ഉള്ളിലുള്ളത് കൊണ്ടാണ്. അതായത് നമ്മുടെ പാർട്ട്ണർ നമ്മളെക്കാൾ മികച്ചൊരു പേഴ്സൺ ആണ്, അവർക്ക് നമ്മളെക്കാൾ നല്ലൊരു പേഴ്സണെ കിട്ടാനുള്ള അർഹതയുണ്ട്, ഇങ്ങനെയൊക്കെ നമ്മൾ തെറ്റിദ്ധരിക്കാറുണ്ട്. അതിൻ്റെ ഒന്നും ആവശ്യമില്ല. നമുക്ക് കഴിവുകളുണ്ട്. നമ്മൾ എത്ര ബെറ്റർ ആയിട്ടുള്ള ഒരു പേഴ്സൺ ആണെന്നുള്ളത് നിങ്ങൾ തന്നെ ആലോചിക്കുക. നിങ്ങളുടെ കഴിവുകളും നിങ്ങളുടെ ക്വാളിറ്റീസും നിങ്ങൾക്കല്ലാതെ മറ്റാർക്കാണ് ഏറ്റവും നന്നായിട്ട് അറിയാം. അപ്പോൾ അങ്ങനെയുള്ള നിങ്ങൾ തന്നെ നിങ്ങൾക്കൊരു കഴിവില്ല, നിങ്ങളെ കൊണ്ടൊന്നിനും പറ്റില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ചുറ്റുമുള്ളവരും അത് തന്നെ വിചാരിക്കുക. ബിക്കോസ് നിങ്ങൾ അങ്ങനെ ചിന്തിക്കുമ്പോൾ നിങ്ങളുടെ സെൽഫ് കോൺഫിഡൻസ് കുറഞ്ഞു പോവുക ചെയ്യുക. നിങ്ങൾ തീരെ കോൺഫിഡൻ്റ് അല്ലാത്തൊരു പേഴ്സൺ ആയിട്ട് മാറും. സോ ബാക്കിയുള്ളവർ നിങ്ങളിലേക്ക് ഒരിക്കലും അട്രാക്റ്റഡ് ആയിട്ട് വരില്ല. അപ്പൊ നമ്മൾ ചെയ്യേണ്ട കാര്യം എന്നറിയോ, സെൽഫ് കോൺഫിഡൻസ് ഉണ്ടാക്കി എടുക്കുക എന്നുള്ളതാണ്. നിങ്ങളിൽ കോൺഫിഡൻസ് കൂട്ടാൻ ശ്രമിക്കുക. നിങ്ങൾക്ക് കുറെ കഴിവുകളുണ്ട്. നിങ്ങളുടെ പാർട്ട്ണറെ പോലെ തന്നെ നിങ്ങൾ മികച്ചൊരു പേഴ്സൺ ആണ്.
നിങ്ങളെ കിട്ടിയതിൽ നിങ്ങളുടെ പാർട്ട്ണർ ഭാഗ്യവാനാണ് എന്ന രീതിയിലാണ് നിങ്ങൾ ചിന്തിക്കേണ്ടത്. അങ്ങനെ നിങ്ങളുടെ ചിന്ത ഒന്ന് മാറ്റാൻ ശ്രമിച്ചു നോക്കൂ. ഉറപ്പായിട്ടും നിങ്ങളുടെ പേടിയിലും മാറ്റം വരും. നാലാമത്തെ കാര്യം എന്ന് പറയുന്നത് റിലേഷൻഷിപ്പിൽ സ്ട്രെങ്തൻ ആക്കാൻ വേണ്ടി ശ്രമിക്കുക എന്നുള്ളതാണ്. ഡെയിലി രണ്ടുപേരും ഇരുന്ന് സംസാരിക്കാൻ ശ്രമിക്കാം. ഒരു 5 മിനിറ്റ് 10 മിനിറ്റ് എങ്കിലും അവരുടെ കൂടെ ഇരുന്ന് സംസാരിക്കാം. ഇനി ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പ് ആണെന്നുണ്ടെങ്കിൽ കോൾ ചെയ്തിട്ടോ മെസ്സേജ് ചെയ്തിട്ടോ നിങ്ങൾ കോൺടാക്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ്. കമ്മ്യൂണിക്കേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതേപോലെ തന്നെ ഇടയ്ക്കൊക്കെ ചെറിയ രീതിയിൽ അവരെ ഹഗ് ചെയ്യാനും കിസ് ചെയ്യാനും അവരോട് ചിരിക്കാനും എല്ലാത്തിനും നിങ്ങൾ ശ്രമിക്കുക എന്നുള്ളതാണ്. ഇങ്ങനെയൊക്കെ നിങ്ങളുടെ സ്നേഹം പ്രകടിപ്പിക്കാൻ ശ്രമിക്കുക. ഇങ്ങനെയൊക്കെയാണ് റിലേഷൻഷിപ്പ് എപ്പോഴും സ്ട്രെങ്തൻ ആവുന്നത് എന്നുള്ളത് മനസ്സിലാക്കുക. നമ്മൾ ഒന്നുമില്ലാണ്ട് ചുമ്മാ ഇങ്ങനെ രണ്ടുപേരും നോർമലി ഉള്ള ആളുകളെ പോലെ പോവുകയാണെങ്കിൽ അവിടെ ഒരു ലവ് റിലേഷൻഷിപ്പ് നമുക്ക് കാണാൻ പറ്റില്ല. ലവ് എന്ന് പറയുന്നത് കുറച്ച് ഡിഫറെൻ്റ് ആണ്. അത് ഡിഫറെൻ്റ് ആയിട്ട് തന്നെ ഇരിക്കണം, അങ്ങനെ തന്നെ നമ്മൾ പ്രകടമാക്കണം എന്നുള്ളതാണ്. അപ്പോൾ ആ രീതിയിൽ, അതായത് നമ്മൾ നമ്മുടെ പ്രണയിനിയോട് അല്ലെങ്കിൽ നമ്മൾ പ്രണയിക്കുന്ന പേഴ്സൻ്റെ അടുത്ത് എങ്ങനെയാണ് ഉണ്ടാവുക ആ രീതിയിൽ തന്നെയാണ് നിങ്ങൾ അവരുടെ അടുത്ത് സ്നേഹം പ്രകടിപ്പിക്കേണ്ടത്. പലപ്പോഴും പലരും ചിന്തിക്കുന്ന ഒരു കാര്യമുണ്ട്, അയ്യോ ഞാൻ അവരെ ഹഗ് ചെയ്ത് കഴിഞ്ഞാൽ കിസ് ചെയ്ത് കഴിഞ്ഞാൽ മോശമല്ലേ എന്നുള്ളതൊക്കെ. നിങ്ങൾ അവരെ അല്ലാണ്ട് മറ്റാരെയാണ് ഹഗ് ചെയ്യാനും കിസ് ചെയ്യാനും പോകുന്നത്? നിങ്ങൾ ഹഗ് ചെയ്യേണ്ടതും കിസ് ചെയ്യേണ്ടതും നിങ്ങളുടെ പാർട്ട്ണറെ തന്നെയല്ലേ. സോ അത് തെറ്റൊന്നുമല്ല. ഇത്തരത്തിലൊക്കെ കാണിച്ചു കഴിഞ്ഞാൽ കുറച്ചൊക്കെ റൊമാൻറ്റിക് ആയാലാണ് റിലേഷൻഷിപ്പ് നന്നായിട്ട് പോവുള്ളൂ എന്നുള്ളത് നിങ്ങൾ മൈൻഡിൽ സെറ്റ് ചെയ്ത് വെക്കുക. ഇതൊന്നും മോശമല്ല എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. സോ അതുകൊണ്ട് തന്നെ എപ്പോഴും നിങ്ങൾ ആ ഒരു റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകണം എന്നുണ്ടെങ്കിൽ അത് സ്ട്രെങ്തൻ ആവേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിനു വേണ്ടി ട്രൈ ചെയ്യുക. കമ്മ്യൂണിക്കേഷൻ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആണ് എന്നുള്ളത് മനസ്സിലാക്കുക. അഞ്ചാമത്തെ കാര്യം എന്ന് പറയുന്നത് നിങ്ങളുടെ ഈ ഒരു ഓവർ പൊസസീവ്നെസ് നിങ്ങൾ കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. അതായത് നിങ്ങളിങ്ങനെ ഓവറായിട്ട് പൊസസീവ് ആവുന്നതുകൊണ്ടാണ് നിങ്ങൾക്ക് ഇങ്ങനെ പേടി വരുന്നത്. സോ അത് കൺട്രോൾ ചെയ്യുക. അവരൊരിക്കലും എന്നെ വിട്ടിട്ട് പോവില്ല എന്ന രീതിയിൽ ചിന്തിക്കാൻ ശ്രമിക്കുക. അവരെൻ്റേതാണ് എന്നുള്ളത് നിങ്ങൾ മനസ്സിലുറപ്പിക്കുക. അതിൻ്റെ കൂട്ടത്തിൽ നിങ്ങൾക്ക് ഇത് കുറയ്ക്കാൻ പറ്റുന്ന വേറെ ടെക്നിക്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതായത് ബ്രീത്തിങ് എക്സസൈസ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും, ജേർണലിങ് ചെയ്യാൻ പറ്റും. ഇനിയിപ്പോൾ അങ്ങനെയൊന്നും അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ കൂടുതലും മറ്റു പല കാര്യങ്ങളിലും എൻഗേജ്ഡ് ആവാൻ ശ്രമിക്കുക. അപ്പോൾ നിങ്ങളുടെ ഈ ഒരു ഓവർ തിങ്കിങ് ഒക്കെ കുറഞ്ഞു കിട്ടും എന്നുള്ളതാണ്. ഓവർ തിങ്കിങ് വരുമ്പോഴാണ് നമ്മൾ ഓവർ പോസസീവ് ആവുന്നത് എന്നുള്ളത് മനസ്സിലാക്കുക. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് കുറയ്ക്കാൻ വേണ്ടിയിട്ടുള്ള പല കാര്യങ്ങളും ഉണ്ട്. അതൊക്കെ നിങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക. ഇതേപോലെ തന്നെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന മറ്റൊരു കാര്യമുണ്ട്. നിങ്ങളുടെ ഒരു പേടി അവരോട് തുറന്നു പറയുക എന്നുള്ളതാണ്. അവരോട് ഓപ്പണായിട്ട് പറയുക, എൻ്റെ ഉള്ളിൽ എപ്പോഴും ഇങ്ങനെ ഒരു പേടി ഉണ്ടാവാറുണ്ട് എന്നുള്ള കാര്യം. ഇത് നിങ്ങളെ കുറ്റപ്പെടുത്തിയിട്ട് പറയേണ്ട ആവശ്യമില്ല, അവരെ കുറ്റപ്പെടുത്തി പറയേണ്ട ആവശ്യമില്ല. നോർമലി നിങ്ങൾ സംസാരിക്കുന്നതിൻ്റെ ഇടയിൽ പറയുക, എന്താണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, ഇങ്ങനെ ഫീൽ ചെയ്യുന്നുണ്ടെന്ന് പറയാം. അവരിപ്പോൾ അവരുടെ മനസ്സ് തുറന്നോളും. നിങ്ങൾ വിട്ടു പോവില്ല എന്നുള്ളത് അവർ തന്നെ പറഞ്ഞോളും. അപ്പം നിങ്ങൾക്ക് കുറച്ചുകൂടി സമാധാനമാവില്ലേ? അപ്പോൾ ആ രീതിയിൽ നിങ്ങൾ ട്രൈ ചെയ്യാം. ഇത്രയും കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഉള്ളിലുള്ള ഈ ഒരു പേടി കുറഞ്ഞു കിട്ടും എന്നുള്ളതിൽ സംശയമൊന്നും വേണ്ട. സോ ഇനിയും ആ ഒരു പേടി വെച്ചിരിക്കേണ്ട. പേടി വെച്ചിരുന്ന് കഴിയുമ്പോൾ നിങ്ങൾക്ക് വേറെ വല്ല ഹെൽത്ത് ഇഷ്യൂസും വരേ ചെയ്യുള്ളൂ. സോ അത് കുറയ്ക്കാനുള്ള മാർഗ്ഗങ്ങൾ നോക്കുക. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ ഫോളോ ചെയ്യുക. എന്തായാലും മാറ്റം ഉണ്ടാവും. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ ഞാനോട് വെച്ച് വൈൻഡപ്പ് ചെയ്യുകയാണ്. നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക്